ബാലൻ OTT ഇറങ്ങി. തിയേറ്ററിൽ പോയി കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അല്ലെ, OTT അത് കാണാൻ പറ്റി. എന്തായാലും എന്താ പറയാ, ഒരു വല്ലാത്തൊരു സിനിമ, വല്ലാത്തൊരു കഥ, വല്ലാത്തൊരു പെർഫോമൻസ്, അതിനകത്ത് ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു സിനിമ എന്ന് പറഞ്ഞാൽ. നമ്മൾ പല സിനിമകളും കാണുന്നു, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ സിനിമകൾ വരുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നല്ല, ഒരുമാതിരി എന്തോ നമ്മളിങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കും പലപ്പോഴും. ഇക്കോ അങ്ങനെ ഒരു സിനിമയായിരുന്നു. ഇക്കോ നമ്മൾ അതിൻ്റെ അവസാനം കണ്ടപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം ചിന്തിച്ചിരുന്നല്ലേ. അതേപോലെ ഈ സിനിമ കണ്ടപ്പോഴും ഇതിൻ്റെ അവസാന ഭാഗങ്ങൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അതിനകത്ത് മനസ്സിലൊരു സന്തോഷം ഉണ്ടായിരുന്നു, വിഷമം എല്ലാം കൂടി ഒരു മിക്സർ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അമ്മയും മകനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അവര് ഡെയിലി ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും അതെങ്ങനെ അവർ ഓവർകം ചെയ്യുന്നു, പിന്നെ അതിലും വലിയൊരു പ്രശ്നങ്ങൾ ചെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വഴിത്തിരിവുകൾ, പിന്നെ അവർ അത് എങ്ങനെ അത് തരണം ചെയ്ത് അവസാനം വീണ്ടും ഒന്നിക്കുന്നു. ഇറ്റ് വാസ് എ ബിഗ് റൈഡ്, ഒരു യാത്ര പോലെയായിരുന്നു. അതായത് ആ ജയിലിൽ നിന്ന് ഇറങ്ങി അവരങ്ങ് പോകുന്ന സീനും, പിന്നെ അവിടുന്ന് ആ മതിലുകൾക്കിടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ആ ഒരു യാത്രയുണ്ടല്ലോ, അതങ്ങനെ അവസാനം വരെ അങ്ങനെ തുടരായിരുന്നു. ചിദംബരം ബ്രില്യൻറ്റ് ഫിലിം മേക്കർ. ഇങ്ങനെ കുറേ ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട്. നമ്മളെ മലയാള സിനിമ വേറെ ഒരു തട്ടിലേക്ക് അങ്ങനെ കൊണ്ടുവച്ചിരിക്കുക. ഇനിയിപ്പോൾ ഈ തട്ടിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ബാക്കിയുള്ള ഫിലിം മേക്കേഴ്സിനൊക്കെ. ഇവരങ്ങനെ കൊണ്ട് അവിടെ വെച്ചിരിക്കുക. കിഷ്കിന്താകാന്ഡം, ഇക്കോ, ബാലൻ, ഭ്രമയുഗം, അങ്ങനെ ഒരുപാട്. അപ്പോൾ ഇതങ്ങ് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ഇവരെ പിന്നെ അടുത്ത പ്രൊജക്റ്റിലേക്ക് പോയി. പക്ഷെ ഈ താഴെ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ അത് മാച്ചപ്പ് ചെയ്യും എന്നുള്ള ലെവൽ, അതാണ് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയ ലെവലല്ല, ഇതൊരു പീക്ക് ലെവൽ ഓഫ് മലയാളം സിനിമ എന്ന് തന്നെ പറയാം. പീക്ക് ലെവൽ അത് പറഞ്ഞാൽ ഇപ്പം മറ്റുള്ള ഇൻഡസ്ട്രി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സിനിമകളിലെ ഒരു 7 അയലത്ത് പോലെ അവർ വരുന്നില്ല. ബ്രഹ്മാണ്ഡ സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട്, വലിയ ബിഗ് ബഡ്ജറ്റ് മൂവീസ്. ദുരന്തർ, ഇപ്പൊ രാമായണ വരാൻ പോകുന്നു, പിന്നെ രാജമൗലിയുടെ ഒരു കിടല സിനിമ വരുന്നു. അപ്പം ഇതൊക്കെ വേറെ ലെവലാണ്. അത് ഞാൻ ആ ലെവലിലേക്കല്ല പറയുന്നത്. ഫിലിം മേക്കിംഗ്, ആ ഒരു സ്റ്റോറി, ഈ ഒരു ടൈപ്പ് മൂവീസ് ഉണ്ടല്ലോ, കഥ പറയുന്ന മൂവീസ്, കുറെ CGI-യും അതൊന്നും കാട്ടിയിട്ടുള്ള സംഭവമല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനത്തെ പ്യുവർ ഫിലിം മേക്കിംഗ് അതവിടെ കൊണ്ടുപോയി നിർത്തി വെച്ചിരിക്കുക. ഇനിയിപ്പോൾ അവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകുന്ന ഇവരെന്നെ തീരുമാനിക്കണം. ആ ലെവലായിപ്പോ മലയാള സിനിമ. എന്നിരുന്നാലും ഐ ഫീൽ സോ പ്രൗഡ്, ഗ്രേറ്റ്ഫുൾ. ഐ ഫീൽ സോ, എന്താ പറയാ, എനിക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ആരാധന തോന്നുന്നു ഇപ്പൊ മലയാളം. അങ്ങനെയല്ല, ആരാധന എന്ന് പറയാൻ പറ്റില്ല, വേറെ എന്തൊരു വാക്കാണ്, പക്ഷെ മറന്നുപോയി. എനിക്കെന്തോ ഒക്കെയോ തോന്നുന്നു. ബിക്കോസ് വി ഹാവ് മേക്കിംഗ് ദ പീക്ക് ലെവൽ മൂവീസ്. പണ്ടൊരു കാലത്ത് നമ്മൾ പറയില്ലേ, കൊറിയൻ സിനിമ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ജാപ്പനീസ് മൂവിയുടെ അത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന സമയങ്ങൾ. പക്ഷെ ഇപ്പോ മലയാള സിനിമ കണ്ടുപിടിക്കണം എന്ന അവസ്ഥയിലാണ്. ബ്രില്യൻ ഫിലിം മേക്കിംഗ്. ബാലൻ ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ആ പയ്യന്മാരെ കാസ്റ്റ്, എനിക്ക് ആദ്യം തന്നെ ഈ സിനിമയെ പറ്റി പറയേണ്ടത് ഇതിന്റെ കാസ്റ്റ്. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആയിരുന്നു ഇതിൽ. എനിക്ക് തോന്നുന്നു ഗണപതിയാണെന്ന് തോന്നുന്നു ചെയ്തിരിക്കുന്നല്ലേ, ആയിരിക്കണം. ബിക്കോസ് മറ്റേ മഞ്ഞമ്മൽ ബോയ്സിലും ഗണപതിനെയാണല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ കാസ്റ്റിങ്ങിന്റെ ആ കാസ്റ്റിംഗ് കൊണ്ടൊരു സിനിമ എത്രത്തോളം നന്നാവുക എന്നുള്ളത് കാണിക്കുന്ന ഒരു സിനിമയാണ് ഈ ബാലനും പിന്നെ മഞ്ഞുമൽ ബോയ്സും. പക്ഷെ ബാലൻ സ്പെഷ്യലി ആ കൊച്ചുകുട്ടിയുടെ ട്രാൻസ്ഫോർമേഷനായിട്ട് വലുതായി വരുന്ന പയ്യൻ പോലും എത്രയും യു കൺ
ഫീൽ ദ ഡിഫറൻസ്. ലൈക്ക് ആ പയ്യൻ തന്നെ വലുതായി വന്നല്ലേ എന്നുള്ളത് ഇനിയിപ്പോൾ അതന്നെയാണോ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിച്ചു, ആ പയ്യൻ തന്നെ വലുതായി 5-6 വർഷം കഴിഞ്ഞിട്ട് വലുതായി വരുന്നതല്ലേ ഈ പയ്യൻ എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ലെവലിലേക്കാണ് ആ സിനിമ ആ മേക്കിംഗ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. പിന്നെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അത് ആ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഞാനത് ശ്രദ്ധിച്ചിരുന്നു. ഇവര് മതിൽ പ്രസിഡന്റ് ജയിലിന്റെ ഗേറ്റ് കിടന്നിങ്ങനെ നടന്ന് നേരെ വരുന്നൊരു സീനുണ്ടല്ലോ, ക്യാമറ നേരെ ലെവലിൽ പോയിട്ട് ഇതിങ്ങനെ കാണിക്കുന്നത്. അവിടെ തുടങ്ങുമ്പോൾ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ തുടങ്ങുകയാണ്, പിന്നെ നിർത്തുന്നില്ല. പിന്നെ സിനിമയുടെ അവസാനം വരെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു കഥാപാത്രത്തെ പോലെ ഈ ബാലനെ ഇങ്ങനെ പിന്തുടർന്ന് പോവുകയാണ്. അതൊരു അമേസിങ് എന്ന് പറയണം. ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ ഇതിൽ ഒരാളെ ഇപ്പൊ ഡയറക്ടർ മാത്രം നമുക്ക് അടിപൊളി ഡയറക്ടർ അങ്ങനെ പറയാം, അങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ചെയ്തിരിക്കുന്ന എല്ലാവരും ഫുൾ ടെക്നിക്കൽ ടീം ഡിസേർവ്സ് ആൻ അപ്ലോസ്. ഒരു കയ്യടി, ഒരു അവാർഡ് കൊടുക്കുന്നവർക്ക് കൊടുക്കാൻ ഒരു അവാർഡ് ചറപറ അവാർഡ് കൊടുക്കുന്നവർക്ക്. They deserve it. The whole team deserves an award. പിന്നെ ഇതിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെയിനായിട്ട് എല്ലാവർക്കും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ടാണ് ഇവർ ഒരു സ്ഥലത്ത് നിൽക്കാതെ പല സ്ഥലങ്ങളിലായി ഈ ചെന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്, ബാലിനെ പറ്റി പറഞ്ഞുകൊണ്ടായിരിക്കും ഇങ്ങനെ മാറി മാറി പോകുന്നു എന്നൊക്കെ ആണ് അല്ലോ മെയിനായിട്ടുള്ള നമ്മളെ ഒരു ഡൗട്ട്. ബേസിക്കലി ഷീസ് ഇൻസെക്യൂർ, അത്രേ ഉള്ളൂ. ആനക്കാരിയൊന്നുമില്ല. അവരുടെ പാസ്റ്റ് അവർ പറയുന്നുണ്ട്, എങ്ങനെയാണ് അവരെ കൊണ്ടുപോയി പെടുത്തിയതും എങ്ങനെ അവർ കുറെ നാള് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അകപ്പെട്ട് അവിടെ കഴിഞ്ഞു, അതിന്റെ ആഘാതങ്ങൾ എങ്ങനെ ഒരു കൊലപാതകയായി. സോ ബേസിക്കലി ഷി ഡോണ്ട് വാണ്ട് ടു ഗോ ഇൻ ടു ട്രബിൾ. ഒരു കമ്മിറ്റ്മെന്റ് നടത്തുമോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി അവിടെ അധികം നാൾ ജീവിച്ച് അതിനോട് ഒരു അറ്റാച്ച്മെന്റ് വരുത്തി ഒരു കമ്മിറ്റ്മെന്റ് ആയി, പിന്നെ അതിൽ നിന്നൊരു പ്രശ്നങ്ങളുണ്ടായി, വേറെ പ്രശ്നങ്ങൾ അത് ഫേസ് ചെയ്യാനുള്ള ഒരു ത്രാണി അവർക്കില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ബേസിക്കലി ഷി ഡസന്റ് വാണ്ട് ടു ടേക്ക് ദാറ്റ് ചാൻസ്. അമ്മയ്ക്ക് ആ ചാൻസ് എടുക്കാൻ താല്പര്യമില്ല. അവരെ സംബന്ധിച്ച് ഇപ്പൊ അവർ എത്രയും നാള് സർവൈവ് ചെയ്യുന്നു അത്രയും നാൾ അവർ സേഫ് ആയിട്ട് ആ കൊച്ചിനൊരു പ്രശ്നം വരാതെ സർവൈവ് ചെയ്യണമെന്നാണ് അവരെ ഒരു മനസ്സിലുള്ള ആഗ്രഹം. അപ്പൊ അതാണ് അവര് ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലത്തും നിൽക്കാതെ പല സ്ഥലത്തേക്ക് മാറി മാറി പോകുന്നതും ഒരാളായിട്ട് ഒരു അറ്റാച്ച്മെന്റ് വരുത്താത്തതും. അപ്പൊ അവരൊരു പാസ്റ്റ് എക്സ്പീരിയൻസ്. അതിപ്പോ നമ്മളായാലും അങ്ങനെ തന്നെ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അകന്നു നിൽക്കാനല്ലേ നമ്മൾ ശ്രമിക്കുള്ളൂ. ആ ഒരു സെയിം മെന്റൽ ഇതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ അമ്മച്ചിയുടെ അടുത്ത് വന്നിട്ട് നിൽക്കുമ്പോൾ അവർ കുറച്ചുകൂടി അവരായിട്ട് റിലേറ്റ് ആവും. ബിക്കോസ് വേറെ ആരും അവരെ തോണ്ടാനോ പിടിക്കാനോ വരുന്നില്ല, ഔട്ട്സൈഡ് ഇന്റർവെൻഷൻ ഇല്ല, അങ്ങനെ പുറത്തുനിന്ന് ആരും ആ വീടിനകത്തേക്ക് വരുന്നില്ല. വരുന്ന പിള്ളേർ തന്നെ അവർ വെടിച്ച് പറഞ്ഞയക്കുകയാണ്. അപ്പൊ ആരും ഇവരെ കാണാനും ഇല്ല, നോക്കാനും ഇല്ല, സംസാരിക്കാനും ഇല്ല, ഒന്നിനുമില്ല. കട്ട് ഓഫ് ഫ്രം ദ വേൾഡ്, ഔട്ട്സൈഡ് കംപ്ലീറ്റ്ലി. ഒരു പുറം ലോകമായിട്ടൊരു ബന്ധമില്ല. ആ കൂടി പുറം ലോകമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഇവര് സ്കൂളിൽ മോനെ കൊണ്ടാക്കുന്ന സമയത്ത് അവിടെ വരെ പോകുന്നു, അല്ലെങ്കിൽ ഇവര് വേറെ എന്തെങ്കിലും ആവശ്യമായിട്ട് പുറത്തു പോകുമ്പോൾ മാത്രമുള്ള ഈ പുറം ലോകമായിട്ട് ബന്ധം. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഷീ ഫീൽസ് ലൈക്ക് ഒരു 90% സെക്യൂർ ആ ഒരു ഭാഗത്ത്, ആ ഒരു വീട്ടില്. അതുകൊണ്ട് അവരെ തുടരാമെന്ന് വിചാരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. വേറെ എനിക്ക് അതിൽ ഇതായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റിയെ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്ന് പലർക്കൊരു അഭിപ്രായമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ ഒരു നെഗറ്റിവിറ്റി, സംഭവം നെഗറ്റിവിറ്റിയാണ്, പക്ഷെ അതൊരു അവരുടെ ട്രോമയിൽ നിന്നുണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണത്. അത് നാച്ചുറലായിട്ട് അവർ ആ ഒരു കൊലയാളിയായിട്ട് ജനിച്ചിട്ടൊന്നും അങ്ങനെ ആയതല്ല. അതൊരു സാഹചര്യം കൊണ്ട് അവരൊരു കൊലയാളിയായി ജയിലിൽ പോയി കൊച്ചിനെ പ്രസവിച്ച് അവിടെ ജനിപ്പിച്ച് പുറത്തിറങ്ങി, പിന്നെ ആ കൊച്ചിനെങ്കിലും സംരക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് അവർ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അറിയാം, അവർ ഒരുപാട് ഈ വരാൻ പോകുന്ന സംഭവങ്ങളെ പറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർ ചിന്തിച്ച് പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ആ തീരുമാനങ്ങൾ പലതും മകനെ പഠിപ്പിക്കുന്നുണ്ട്, മകനെ തയ്യാറെടുപ്പിക്കുകയാണ്.
പല കാര്യങ്ങളെയും ഫേസ് ചെയ്യാൻ. അത് നമ്മൾ ആ ലോറി ഡ്രൈവർ വന്നിട്ട് ഇവരെ കോൺഫ്രണ്ട് ചെയ്യുമ്പോഴേ നമുക്കറിയാം ഇവർ മണിമണിയായിട്ട് മകനെ പഠിപ്പിച്ച് വെച്ചിരിക്കുക ഓരോ കാര്യങ്ങളും. ചോദിക്കുന്നവൻ അങ്ങനെ ടടയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉത്തരം കൊടുക്കാൻ പയ്യൻ. അപ്പോൾ അത്രയും പ്രിപ്പയർഡ് ആയിട്ടാണ് ഇവർ മകനെ കൊണ്ടു കിടക്കുന്നത്. പിന്നെ ചിലവരൊക്കെ പറയുന്നിട്ട് മകനെ സ്ലീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. സ്ലീവായിട്ട് ഇവര് ഒരു പട്ടിയെ പോലെ കൊണ്ടുവിടുക. ഓ മാൻ, വാട്ട് ദ ഹെക്ക്, എന്താ നിങ്ങൾ പറയുന്നത്? ഷീ ലവ്സ് ഇൻ ദാറ്റ് മച്ച്. അവർക്ക് ആ കൂടി ഈ ലോകത്ത് ഒരു മകൻ മാത്രമേ ഉള്ളൂ. ആ മകൻ അവര് മരിക്കുന്നവരെങ്കിലും എങ്ങനെയും സംരക്ഷിച്ച് ഈ ലോകത്തിന്റെ ക്രൂരതകളിൽ നിന്നും അകത്തി നിർത്തി അവനൊരു നല്ല ജീവിതം വരട്ടെ എന്നുള്ള രീതിയിലാണ് അവര് ഇവനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അല്ലാതെ അവൻ സ്കൂളിൽ വിടണ്ട, അവനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അവൻ എങ്ങനെയായി മാറും, അങ്ങനെയായി മാറും, അതുകൊണ്ടല്ല. അവൻ ഞാൻ പറഞ്ഞതേ കേൾക്കാൻ പാടുള്ളൂ എന്നല്ല. അവര് അത്ര അലേർട്ടാണ് അവരുടെ ലൈഫിൽ. എന്തും സംഭവിക്കാം. ഈ പറഞ്ഞ പോലെ ചിലപ്പോ ഇവൾ കൊലപാതകം ചെയ്ത ഇവളുടെ പഴയ ഭർത്താവിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോ ഒക്കെ ഇവളെ തേടി നടക്കുന്നുണ്ടായിരിക്കാം. ഷംനാത്തയുടെ ആൾക്കാർ തേടി നടക്കുന്നുണ്ടായിരിക്കാം. ഷംനാത്ത തന്നെ തേടി നടക്കുന്നുണ്ടല്ലോ. അവരാൾക്കാരും തേടി നടക്കുന്നുണ്ടായിരിക്കാം. ഇവർക്ക് ഭയങ്കര റീച്ചുള്ള ഷംനാത്തയ്ക്കൊക്കെ പോലീസായിട്ട് ഭയങ്കര ബന്ധമാണെന്ന് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. വെറും ഇത്രയും വർഷങ്ങൾ കൊണ്ട് ജീവപര്യന്തമുള്ള ആളെ പുറത്ത് പരോളിന് അർപ്പിക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ് ഷംനാത്ത. അപ്പോൾ അവരൊക്കെ ഇവരെ നിരന്തരം ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് മകനെ സംരക്ഷിക്കുക എന്നുള്ള ഇവരൊരു പ്രയോറിറ്റിയാണ്. അത് മാത്രമാണ് അവരുടെ പ്രയോറിറ്റി. അല്ലാതെ സ്വന്തം ജീവനല്ല അവരുടെ പ്രയോറിറ്റി, മകന്റെ ജീവിതമാണ് അവർക്ക് പ്രയോറിറ്റി. അപ്പൊ ആ മകനെ മറ്റുള്ളൊരു ചില കമന്റ്സിലൊക്കെ വായിച്ചു വിട്ടു, ഒരു നായയെ പോലെ വളർത്തുക. നായയെ പോലെ ഒന്നല്ല വളർത്തുന്നത്. ഇത് നായ വളർത്തുന്നത് നമ്മളെന്താ, സാധാരണ നമ്മൾ നായ വളർത്തുന്നത് സ്വന്തം മക്കളെ പോലെ വളർത്തുന്നു. അപ്പൊ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും ഇപ്പൊ നായ വളർത്തുന്നത് നന്നായിട്ട് നോക്കി നല്ല പെഡിഗ്രി ഒക്കെ മേടിച്ചു കൊടുത്ത്, നല്ല നമ്മളെക്കാളും നമ്മൾ KFC മുഴക്കമാണ് നമ്മൾ കഴിച്ചില്ല, നായ്ക്ക് നല്ല പെഡിഗ്രി ഇതൊക്കെ മേടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ നായ നോക്കുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ 2 പൂച്ചയുണ്ട്. അപ്പം എനിക്കറിയാം ഇവിടെ എങ്ങനെയാണ് നമ്മൾ പൂച്ച വളർത്തുന്നത്. അപ്പോൾ ഈ നായെ പോലെ വളർത്തുക എന്ന് പറയുന്നത് എന്ത്, അടിമയായിട്ട് വളർത്തുക, അതൊന്നുമില്ല. ദാറ്റ് ഈസ് ബോഗസ്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ദാറ്റ്. ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ദാറ്റ്. ബോഗസ് എന്ന് ഞാൻ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ബോഗസ് എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നിയില്ല ഒരിക്കലും അവര് അടിമയെ പോലെ. പക്ഷെ അവര് ആ പയ്യന് അവന്റെ പ്രായത്തിനേക്കാൾ പക്വത ആ പയ്യന് വരുത്തിയത് ഇവരെ ഒരു നിയന്ത്രണവും ആ ട്രെയിനിങ് കൊണ്ടാണെന്നുള്ളത് അതിൽ സംശയമില്ല. അല്ലെങ്കിൽ ആ പയ്യൻ അവിടെ പോയിട്ട് പോലീസ് വരുമ്പോഴേക്കും ഷർട്ടൂരി അവിടെ വെച്ച് യൂണിഫോം ഒക്കെ അവിടെ വെച്ച് മാറ്റി ഷഡ്ഡി മാത്രമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യൂ? ഇല്ല. അത് ഇവരെ നിയന്ത്രണത്തിൽ ഇവര് ട്രെയിൻ ചെയ്തിപ്പിക്കുന്നതാണ്. ഇങ്ങനൊരു അവസരം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതൊരു പട്ടിയെ പോലെ ട്രെയിനിങ് നടത്തല്ല. സ്വന്തം സ്വയരക്ഷയ്ക്ക് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ഒരു പരിശീലനം, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ദ വേ ഓഫ് ലീഡ്, അവർ ജീവിക്കുന്ന രീതി, അതാണ് അതിൽ കാണിക്കുന്നത്. ഈ ഭണ്ഡാരം ഈച്ചയ്ക്ക് കുറെ നേരം കേട്ടോ. അപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. പക്ഷെ എനിക്കങ്ങനെ ഒരു അടിമയായിട്ട് വളർത്താതെന്ന് തോന്നില്ല. ഞാൻ കുറെ കമന്റ്സ് യൂട്യൂബിലൊക്കെ കണ്ടു, ഇങ്ങനെ അടിമയായിട്ട് വളർത്തുകയാണ്, അങ്ങനെയല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി ഇറ്റ് ഇസ് എ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്. ആ പയ്യന്റെ സർവൈവൽ അവർക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ വേറെ കാര്യം ചോദിക്കുന്നത്, പയ്യനവിടെ അത്രയും നേരം വെയിറ്റ് ചെയ്തു, എന്തുകൊണ്ട് അമ്മ വന്നില്ല? ആ സമയത്ത് അമ്മയ്ക്കും കൂടി വരായിരുന്നു. 6 വർഷം 7 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവർ തമ്മിൽ വീണ്ടും കാണാൻ എന്നൊക്കെ പല ചോദ്യങ്ങളും ഞാൻ കണ്ടു. ഐ തിങ്ക് ഇറ്റ്സ് ഫേറ്റ്. അങ്ങനെയും പറയാം. മനഃപൂർവ്വമായിരിക്കില്ല. മനഃപൂർവ്വം ഇപ്പോൾ എന്തായാലും അമ്മ അവനെ വിട്ടിട്ട് പോയില്ലല്ലോ. അത്രയും കെയർ ചെയ്യുന്നൊരമ്മ മകനെ അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഞാൻ വരുന്നവരെ നീ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള പോയ അമ്മ വരാതിരിക്കുമില്ലല്ലോ. സാഹചര്യങ്ങളുണ്ടായിരിക്കാം. ഈ പറഞ്ഞ പോലെ പല പല റീസൺസ്. പോലീസ് അവിടെ ഉണ്ടായിരിക്കാം. പിന്നെ ഈ 2 സ്ഥലങ്ങളും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത്രയും ദൂരമുണ്ട്. രണ്ട് പഞ്ചായത്താണെന്നാണ് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് 2 പോലീസ് സ്റ്റേഷനിൽ വകയിൽ വരുന്ന പരിധിയിൽ വരുന്ന 2 സ്ഥലങ്ങളാണ്. അപ്പോൾ 2 ഏരിയ പോലെ അടുത്ത നൈബറിങ് ആയ കുറച്ച് ദൂരമുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് നടന്നെത്താൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നിരിക്കണില്ല. പിന്നെ ആ സ്ഥലത്തൊക്കെ ആൾക്കാരും കൂടിയിരിക്കണം. അപ്പൊ അതൊക്കെ ഇതിലൊരു ഫാക്ടറായി മാറി. പിന്നെ അവർ വന്നപ്പോഴേക്കും ചിലപ്പോൾ ഈ പയ്യനെ അവിടെ നിന്ന് മാറ്റിക്കാണണം, അല്ലെങ്കിൽ അവർക്ക്
ആ വീട്ടിന്റെ പരിസരത്ത് നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ പോലീസ് അവിടെ വളഞ്ഞിരിക്കണം. അങ്ങനെ പലതും സംഭവിക്കാം കേട്ടോ. ഇതിപ്പോ നമുക്ക് അതൊന്നും കാണിച്ചിട്ടില്ല, അതൊക്കെ നമ്മളെ ഇമാജിനേഷൻ വിട്ടുവന്നിരിക്കുകയാണ്. ബേസിക്കലി ഇറ്റ്സ് അപ് ടു അസ് ടു മേക്ക് എ സ്റ്റോറി അബൌട്ട് ഇറ്റ്, അത്രേ ഉള്ളൂ. അതിപ്പോ എന്ത് വേണമല്ലോ അതിൽ നമുക്കൊരു ഇതെങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. പല ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷെ ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ ആ മകന് വേണ്ടി ജീവിതകാലം മുഴുവൻ കാത്തിരിക്കും എന്നാണ് അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആ മകൻ ഈ അമ്മയുടെ അടുത്ത് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ പരിശ്രമിക്കും എന്നാണ് അതിൽ കാണിക്കുന്നത്. അതാണല്ലോ അതിന്റെ സംഭവം, മെയിൻ ഫാക്ടർ അതല്ലേ. എൻഡ് ഓഫ് ദ ഡേ, എൻഡ് ഓഫ് ദ മൂവി, എൻഡ് ഓഫ് ദ ഡേ ഇവർ രണ്ടുപേരും എങ്ങനെയും എന്ത് ചെയ്തിട്ടാലും എങ്ങനെയും ഒന്നിക്കും എന്നുള്ള ഒരു വിശ്വാസം അവരെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിൽ ഉള്ളൊരു ബോണ്ട്. അതാണ് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഞാൻ മനസ്സിലാക്കിയത്. അല്ലാതെ നായെ പോലെ വളർത്തുന്നു അല്ലെങ്കിൽ അടിമയെ പോലെ വളർത്തുന്നല്ല. എങ്ങനെയൊക്കെ ഏത് സാഹചര്യത്തിൽ പിരിഞ്ഞാലും എങ്ങനെയും നമ്മൾ ഒരു സമയത്ത് ഒരു കാലത്ത് ഒരുമിച്ച് ഒത്തുചേരും എന്നുള്ള ഒരു വിശ്വാസം, അതാണ് ഈ അമ്മ മകനിലേക്ക് പകർത്തി കൊടുത്ത ഒരു ഉപദേശവും അവര് ട്രെയിൻ ചെയ്തെടുത്ത സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ചിലപ്പോൾ ഞാൻ തെറ്റായിരിക്കാം, പക്ഷെ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ പയ്യൻ അവന് ശരിക്കും ആ സ്ഥലങ്ങളൊക്കെ ഒരു മിന്നായം പോലെ ഓർമ്മയുള്ളൂ. പക്ഷെ എന്നാലും അവനെ വന്നിട്ട് അത്രയും വർഷം കഴിഞ്ഞിട്ടും അവൻ ആ സ്ഥലത്ത് വന്നിട്ട് അവിടെയൊക്കെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച്, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ആ അമ്മ അത്രയും കൊല്ലമായിട്ട് അവിടെ നിന്ന് വിട്ടുമാറാതെ വേറെ എവിടെയും പോവാതെ അവിടെ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. പല വേഷങ്ങൾ മാറിയിട്ടോ അങ്ങനെ പശുവിനെ നോക്കിയിട്ടോ അങ്ങനെ പല രീതിയിലും അവിടെ ചുറ്റിപ്പറ്റി നടക്കുകയായിരുന്നു. സോ അതാണല്ലോ ഇതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയാൻ, ഒരു ബ്യൂട്ടി എന്ന് പറയാൻ. ആ അമ്മയും മകനും തമ്മിൽ അത്രയും ഒരു ബോണ്ടും ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്ര വർഷം കഴിഞ്ഞിട്ടും പല സിറ്റുവേഷനിലേക്ക് അവന്റെ മകൻ പോയിട്ടും തിരിച്ച് വേറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ച് അവിടെ തന്നെ വന്ന് പെടാൻ ഉള്ളൊരു കാരണം അതാണ്. പിന്നെ സ്വന്തം ആൾക്കാരെ കൈവെടിയരുത് എന്നുള്ളൊരു സന്ദേശം കൂടി ഈ അമ്മ പഠിപ്പിച്ചു കൊടുത്ത് കാണും മകനെ. അതുകൊണ്ടായിരിക്കണം മറ്റേ അബ്ബാസ് എന്ന് പറഞ്ഞ ആളെ പോലീസിനെ ഒറ്റിക്കൊടുത്താലേ സ്വന്തം അമ്മേനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് ഒറ്റിക്കൊടുക്കുന്നത്. അല്ലാതെ വെറുതെ പോയി ഒറ്റിക്കൊടുക്കുന്നല്ല. ഒറ്റിക്കൊടുത്ത് അങ്ങനെ പിടിക്കപ്പെടുമ്പോഴും മകൻ എന്താ ചെയ്യുന്നത്, ബാലൻ എന്താ ചെയ്യുന്നത്, അവൻ മെല്ലനെ പോയിട്ട് ചാവി എടുത്തിട്ട് അബ്ബാസിന് തിരിച്ചു കൊടുക്കുന്നുണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു സന്ദേശം ഈ അമ്മ പഠിപ്പിച്ചായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളെ ഒപ്പം നിന്ന് നമ്മളെ സഹായിച്ചവർ ഒരിക്കലും കൈ വിടരുത്, അവരെ ഒരിക്കലും പ്രശ്നങ്ങളിലേക്ക് ചാടിക്കരുത്. ചാടിച്ചാൽ പോലും നമ്മൾ തന്നെ അവരെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ളതും ഈ അമ്മ പഠിപ്പിച്ചു കൊടുത്തറിയും അല്ലെ. സോ അതൊക്കെയാണ് ബാലൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബാലൻ ഒരു ബ്രില്യൻറ്റ് സംഭവമാണെന്ന്. ഇതിൽ നമുക്ക് കുറെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാം, പക്ഷെ എല്ലാ സിനിമകളും നമ്മൾ നോക്കിയ കുറ്റങ്ങൾ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു നല്ല വശങ്ങളാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇതിൽ നെഗറ്റിവിറ്റി ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അമ്മയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പ്യുവർ നെഗറ്റീവാണ്. അതിൽ നമുക്കൊരു വേറെ ആർഗ്യുമെന്റ് ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണ് അവർ നെഗറ്റീവ് ആവുന്നതാണ് ഇതിന്റെ ഒരു മെയിൻ ഫാക്ടർ. അവരാ നെഗറ്റിവിറ്റി എന്തുകൊണ്ടാണ് കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഫാക്ടർ. ബിക്കോസ് അവരെ സമൂഹം എങ്ങനെ വിലയിരുത്തി, എങ്ങനെ അവരെ ഇതിലേക്ക് എത്തിച്ചു, അതുകൊണ്ടാണ് അവരങ്ങനെ ആയിപ്പോയത്. പക്ഷേ തന്റെ മകനും ആ ഒരു അവസ്ഥയിൽ എത്തരുതെന്ന് അവർക്ക് നിർബന്ധം ഉണ്ടായിരിക്കണം. അതുകൊണ്ടല്ല അവനിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ എന്താ പറയുക, തലയിൽ വെച്ച ഉറുമ്പരിക്കും, തലയിൽ വെച്ച പേനരിക്കും, നിലത്ത് വെച്ച് ഉറുമ്പരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടു നടക്കുന്നത് അതുകൊണ്ടായിരിക്കും. പക്ഷെ കുറച്ച് റഫായിട്ടാണ് അവർ വളർത്തുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി, കഥകളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി. പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? കഥകളിലൂടെ, അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ, നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ, കാർട്ടൂണൊക്കെ കാണുമ്പോൾ. അപ്പൊ അവർക്ക് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ കഥകളിലൂടെയും ചിത്രങ്ങളിലൂടെയും കഥ പറഞ്ഞു കൊടുത്ത് അവന്റെ മനസ്സിനെ സ്വാധീനിച്ച് അവനെ പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ്, അവനെ തയ്യാറെടുത്തെടുപ്പിക്കുകയാണ്. ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും ഇങ്ങനെ ഫേസ് ചെയ്യാൻ വേണ്ടി അവനെ തയ്യാറെടുത്തിരിക്കുകയാണ്. അതാണ് അതിലൊരു സംഭവം. ഇപ്പോ ബാലൻ, ഞാൻ പറഞ്ഞതെല്ലാം
സിനിമ കാണാത്തവർക്കും പ്രശ്നമുണ്ടാവും, പോയി കാണാം. ഞാൻ 2-3 സീനിന്റെ മാത്രം ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും സിനിമ നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ, കണ്ടില്ലെങ്കിൽ. അതൊരു അടിപൊളി സിനിമയാണ്. മലയാളത്തിലൊരു ക്ലാസ് സിനിമ എന്നൊക്കെ പറയല്ലേ. വെൽ, ദാറ്റ് ഈസ് ഇറ്റ് ഫോർ ബാലൻ.